സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇ ഡി റെയ്ഡ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? മമ്മൂട്ടിയുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട്, ദുൽഖറിന്റെ വീടുകളിൽ ഇ ഡി റെയ്ഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴായിട്ട് പല വാർത്തകളും നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോ ഒരു ഇ ഡി റെയ്ഡ് വന്നിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിലാണ്. എന്തിനാണ് ഇ ഡി റെയ്ഡ് വന്നിരിക്കുന്നത്? പിണറായി വിജയനെ കുടുക്കാനും പിണറായി വിജയനെ പാർട്ടിയിൽ ചേർക്കാനും വേണ്ടിയിട്ട് സതീശൻ എന്ന് പറയുന്ന മേനോൻ സതീശനും സതീശന്റെ കുറച്ച് ആളുകളും ഒരുമിച്ച് കളിക്കുന്ന ഒരു നെറികെട്ട രാഷ്ട്രീയം, പോളിട്രിക്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി പ്രധാനമന്ത്രിയെ കാണുകയും ആലിംഗനം ചെയ്യുകയും സമ്മാനം കൊടുക്കുകയും ചെയ്ത വാർത്ത നമ്മൾ കണ്ടതാണ്. പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഈ പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായുടെ വീട്ടിലേക്ക് പോയി എന്ന് പറയുകയും ആ വീട്ടിലേക്കാണ് പോയതെന്ന് പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന മൂത്ത കൊങ്ങി കിടന്ന് മെഴുകിയതൊക്കെ നമ്മൾ കണ്ടു. ഇവന്മാരെല്ലാവരും കൂടി ആ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പോയപ്പോൾ ഭയങ്കര പ്രശ്നവും, ഇപ്പോൾ ഇവന്മാരുടെ കൂട്ടത്തിൽ ഇവന്മാരുടെ മുഖ്യമന്ത്രി പോയപ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രി പോയത് വേറെ കാര്യങ്ങൾക്കാണെന്ന് പറയുകയും, എന്നാൽ അവിടെ ചെന്നിരുന്നു കൊണ്ട് ആ ഒരു പ്രധാനമന്ത്രിയോടൊപ്പം പുതിയൊരു സഖ്യം ചേർന്നുകൊണ്ട് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ ഒപ്പിട്ട് ഫണ്ടും എടുത്തതിന് ശേഷം ഇപ്പോൾ ഇതാ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെതിരെ ഒരു ആഹ്വാനവും ഇറക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ അങ്ങ് തകർത്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ അധികം പോസ്റ്റുകൾ കണ്ടു. അതായത് ഈ കേസ് CPM-ന്റെ തായ്വേരിറക്കും, രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഡിഫൻസ്. ഇ ഡി റെയ്ഡിൽ മാത്യു കുഴൽനാടൻ നല്ല രീതിയിൽ CPM-നെ അങ്ങ് തീർത്ത് കളയാം, അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും അയാളെ എതിർത്ത് നിൽക്കരുത് സാർ. കാരണം അയാളുടെ മടിയിൽ കനമില്ല, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി അത് പിണറായി വിജയനായിരുന്നു. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു നായിന്റെ മോനെ പേടിക്കണ്ട എന്ന് പറഞ്ഞവനും അത് തന്നെ ഈ പിണറായി വിജയൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇരട്ടച്ചങ്കൻ കേരളത്തിലെ ജനങ്ങൾ അയാൾക്ക് ഒരു വിളിപ്പേര് കൊടുത്തത്. അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻ എന്നും ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെന്നുമൊക്കെ പല ആളുകളും വിശേഷണം കൊടുത്ത് വിളിച്ചിരുന്നത്. ഒരു സംഘികളുടെയും ഒരു സംഘിവൽക്കരണത്തിനും കേരളത്തിലെ ജനങ്ങളെയും അതേപോലെ തന്നെ സർക്കാരിനെയും വിട്ടുകൊടുക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തിന്റെ ഒരു പ്രതീകമായിരുന്നു ശ്രീ പിണറായി വിജയൻ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പിണറായി വിജയൻ ഈ പാർട്ടിയിൽ നിന്ന് ഈ ഒരു വൃത്തികെട്ട നാട്ടിലെ ജനങ്ങൾ പറഞ്ഞു വിട്ടതിന്റെ ഫലമായിട്ട് ഇന്നിപ്പോ സംഘീവൽക്കരണത്തിനും കാവിക്കളസവൽക്കരണത്തിനും വേണ്ടിയിട്ട് സംഘികൾക്കൊപ്പം നിന്ന് കളിക്കുന്ന മേനോൻ മകൻ സതീശനെയാണ് നമ്മൾ കാണുന്നത്. നാണമില്ലാത്ത വർഗമെന്നേ എനിക്ക് ഇവരെ വിളിക്കാനുള്ളൂ. ഇത് പറയുമ്പോൾ പലർക്കും കയറി ചിലപ്പോൾ കൊണ്ടേക്കാം. ഏതവന് കൊണ്ടെന്ന് പറഞ്ഞാലും ഏത് കോൺഗ്രസിന്റെ നേതാവിന് കൊണ്ടെന്ന് പറഞ്ഞാലും തോന്നിവാസങ്ങൾ കാണിച്ചാൽ തോന്നിവാസങ്ങളാണെന്ന് തന്നെ ഞങ്ങൾ എടുത്തു പറയും മിസ്റ്റർ. കാരണം നിങ്ങളിവിടെ കളിക്കുന്ന നിങ്ങളുടെ ഈ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, നെറികെട്ട രാഷ്ട്രീയമുണ്ടല്ലോ, ഇത് ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അങ്ങ് വലിയ രീതിയിൽ അങ്ങ് കയ്യിലാക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. പിണറായി വിരുദ്ധത പരത്തുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിരുദ്ധത പരത്താനായിട്ട് നിങ്ങൾ മാധ്യമങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതിനെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മറുപടി നിങ്ങളെ കൊണ്ട് കാലം ചോദിച്ചിരിക്കും, അല്ലെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ള പാർട്ടി നേതാക്കന്മാർ ചോദിച്ചിരിക്കും. അന്ന് എണ്ണി എണ്ണി നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ടതായിട്ട് വരും. കാരണം ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ED കയറ്റി വിട്ടിട്ട് ഇവർക്ക് ഇപ്പൊ എന്താണ് കിട്ടിയിരിക്കുന്നത്? ആട് കിടന്നിടത്ത് ആടിന്റെ പൂട പോലും ഇല്ലെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് ED വന്നൊരു പരിപാടി ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട്, മമ്മൂട്ടിയുടെ വീട്. മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എന്തായിരുന്നു? ഇടതുപക്ഷമായിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസമായിരുന്നു. ആ മമ്മൂക്ക മോഹൻലാലിന് അവാർഡ് കൊടുക്കുന്ന, സംഘികളുടെ അവാർഡ് കൊടുക്കുന്ന ദിവസം തന്നെ മമ്മൂക്കയുടെ വീട്ടിലേക്ക് ED കയറ്റി ഇറക്കി നെറുകെട്ട പരിപാടി ചെയ്ത ആരാണ്? ഇതേ സംഘികൾ തന്നെയാണ്. ഇന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED ഇറക്കിയിരിക്കുന്ന ആരാണ്? ഇതേ സംഘികളും കൊങ്ങികളും തന്നെയാണ്. ഇവിടെ തന്നെ നമുക്ക് വ്യക്തമാവുകയല്ലേ UDF-ഉം BJP-യും തമ്മിലുള്ള ഒരു ഡീല്. കുറെ കൊങ്ങികളുണ്ട് ഈ കിടന്ന് മെഴുകുന്നത്. നീയൊക്കെ ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, എന്നിട്ട് കിടന്ന് മെഴുകണം. അല്ലാതെ അവിടെ ഇവിടെയും തൊടാതെ ഏതെങ്കിലും ചാനലിൽ നിന്ന് പറയുന്നത് കേട്ടിട്ട് വന്ന് മെഴുകാൻ നിൽക്കല്ലേ മക്കളെ. അപ്പൊ ഇതില് കുറെ ആളുകളാണ് പിണറായി വിജയനെ ഇപ്പൊ അങ്ങ് വിഴുങ്ങിക്കളയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പിണറായി വിജയനെ അങ്ങ് തിന്ന് കളയുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. സ്മൃതി പരുത്തിക്കാട് നല്ല രീതിയിൽ കിടന്ന് മെഴുകിയായിരുന്നു കേട്ടോ. രാവിലെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മെഴുകലായിരുന്നു. അതായത് പിണറായി വിജയനെ അങ്ങ് മൂക്കി കൂടെ കയറ്റി വായി കൂടെ തുപ്പിക്കളയെന്നുള്ള രീതിയിലായിരുന്നു മെഴുകിയത്. അത് കണ്ടു നോക്കാം. വാടക വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കൗതുകമുള്ള ഒരു കാഴ്ച കൂടി കാണാം. ഈ രക്ഷാപ്രവർത്തനം നടത്തി ഇപ്പോൾ സസ്പെൻഷൻ വളരെ കൗതുകമാണല്ലോ. ഗൺമാനെയും കാണാം, അനിൽ കല്ലിയൂരിനെയും ആ ദൃശ്യങ്ങളിൽ കാണാം. അല്ല സ്മൃതി, ഈ സസ്പെൻഷൻ ആയിരിക്കുന്നത് പിണറായിയുടെ വീട്ടിൽ നിന്നാണോ അതോ ഈ പറയുന്ന ജോലിയിൽ നിന്നാണോ? ജോലിയിൽ നിന്നല്ലേ. അങ്ങനെ സസ്പെൻഡിലായിരിക്കുന്ന ഒരു വ്യക്തി പിണറായി വിജയന്റെ വീട്ടിൽ നിന്നുകൂടാ എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? എടാ നാണമില്ലേ സ്മൃതി പരുത്തിക്കാട്? ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പൊക്കൂടെ?
ഞാൻ ആദ്യം തൊട്ടേ പറയാണ്, നിങ്ങൾക്ക് പറ്റിയത് മാധ്യമ പ്രവർത്തനമല്ല, നല്ല രാഷ്ട്രീയമാണ്, നല്ല നെറികെട്ട രാഷ്ട്രീയമാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സതീശനടക്കമുള്ള സതീശനാദികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തൂടെ? അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഈ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അത്ര നല്ല പരിപാടി ഒന്നുമല്ല സ്മൃതീശ. കഷ്ടമാണ് കേട്ടോ. കേട്ടു നോക്കാം. അദ്ദേഹം അവിടെ പിണറായി വിജയന്റെ തലസ്ഥാനത്തെ വീടിന് മുന്നിലുണ്ട്. ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും CPM കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ചേർന്ന് എടുത്ത നിലപാട് എന്നുള്ളത് രാഷ്ട്രീയമായി വേട്ടയാടുന്നു, ഈ ഗൺമാന്മാരെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. കിട്ടിയതെല്ലാം ഒരു അവസരമാക്കി കണ്ടുകൊണ്ട് തന്നെയാണ് സ്മൃതീശൻ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു വീഡിയോ ഇവിടെ ഉണ്ട്, അതോടെ കാണിച്ചു തരാം. രാഷ്ട്രീയമായ പകപോക്കൽ, വേട്ടയാടൽ തന്നെയാണ് പിണറായിക്കെതിരെ നടത്തുന്നത്. പിണറായി വിജയൻ പാർട്ടിയുടെ സമുന്നതനായ നേതാവായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയെയും വേട്ടയാടുന്നത്. അതിനൊത്താശ ചെയ്തു കൊടുക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശനും മോഡിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇഡിയുടെ റെയ്ഡ് വരുമ്പോൾ അതിലെ ദുരൂഹതകൾ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന്. ഏതായാലും പൂക്കി ചമഞ്ഞിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കും കേരളത്തെ ഒരു കോൺഗ്രസിനും തകർക്കാൻ കഴിയുന്നതല്ല CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും അതിന്റെ സമുന്നതനായ നേതാവ് പിണറായി വിജയനും എന്ന് തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമായി കൊടുക്കുന്നത്. രാഷ്ട്രീയമായ ഇതില് ഈ CMRL സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ പണം അടിച്ചു മാറ്റി എന്നൊക്കെ പറയുന്നു, പണം ഇവർ വാങ്ങി എന്നൊക്കെ പറയുന്നു. ഇതിൽ രണ്ടുപേരുടെ പേരുകൾ കൂടി ഉണ്ട് കേട്ടോ. അതായത് കമ്മ്യൂണിസ്റ്റിലെ പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും അല്ലെങ്കിൽ വീണ വിജയന്റെ പേര് മാത്രമല്ല, നമ്മുടെ കോൺഗ്രസിന്റെ മൂത്താപ്പകളായിട്ടുള്ള കുഞ്ഞാപ്പയുടെയും അതേപോലെ രമേശ് ചെന്നിത്തലയുടെയും പേരുണ്ട്. ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട്. എന്തുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് ഈ പറയുന്ന റെയ്ഡ് നടത്തുന്നില്ല? അവിടെ തന്നെ നമുക്ക് മനസ്സിലാവുകയല്ലേ ഇവരുടെ ഡബിൾ ഫാദർ സിൻഡ്രം അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നൊരു സാധനം. അവരുടെ സ്വന്തം ആളുകളല്ലേ ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തും ചെയ്യാം, പക്ഷേ അവരുടെ വീടുകളിൽ മാത്രം കയറി ചെയ്യരുത്. അപ്പോൾ ഇതിന് ശേഷവും സ്മൃതിയുടെ പല മെഴുകലുകളും ഉണ്ട്. പൂഞ്ഞാറ്റിലെ PC ജോർജിന്റെ മോനൊക്കെ വലിയ മെഴുകലുമായിട്ടായിരുന്നു രംഗത്തേക്ക് വന്നത്. അതായത് പിണറായി വിജയൻ ഇതോടുകൂടി അങ്ങ് തീരുകയാണ്, പിണറായി വിജയൻ ഇനി ഒരു ഉയർത്തെഴുന്നേപ്പ് ഉണ്ടാവില്ല, പിണറായി വിജയൻ പലയിടത്തും പല രാജ്യങ്ങളിലേക്ക് കള്ളക്കടത്ത് നടത്തി, പണമിടപാട് നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ മെഴുകിയത്. അച്ഛനും മോനും തോറ്റ്, അല്ലെ അച്ഛനെയും മോനെയും തോൽപ്പിച്ച് ജനങ്ങൾ വീട്ടിലിരുത്തിയില്ല, മിണ്ടാതെ അവിടെ കാണാൻ വല്ല ചോറും തിന്നുകൊണ്ടിരുന്നാൽ പോരെ. എന്തിനാടാ ഈ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വന്ന് മെഴുകാൻ പോകുന്ന സംഖ്യക്കുട്ട? നാണമാവൂലടേ. ഇനി ഇതില് രാഹുൽ ഗാന്ധി പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, എന്തുകൊണ്ട് BJP കേരളത്തിലെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ആളുകളെയും ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം എല്ലാത്തിന്റെയും തുടക്കമെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഞാനൊരു വീഡിയോടെ കാണിച്ചു തരാം. My question is, why is the BJP not attacking the Chief Minister of Kerala? Why are they not taking away his house, taking away his chief ministership, putting court cases on him, getting him interrogated by the ED? എന്തുകൊണ്ട് BJP ഈ പറയുന്ന BJP അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ BJPയുടെ ആളുകൾ, ഈ പറയുന്ന ED ആയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ വീടുകളിലേക്ക് കയറുന്നില്ല, അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യവും വിഷമവും. ഇപ്പോൾ അത് അവർ പ്രാവർത്തികമാക്കി അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അവരുടെ ഏറെ നാളത്തെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ആവശ്യമായിരുന്നു പിണറായി വിജയന്റെ വീടുകളിലേക്ക് ED റെയ്ഡ് എന്നുള്ളത്. അതിപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് അവസരം കൊടുപ്പിച്ച് അല്ലെങ്കിൽ അവസരം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു റെയ്ഡ് നടത്തി. എന്നാൽ റെയ്ഡിന് പിന്നിൽ അല്ലെങ്കിൽ ആ റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം രാവിലെ തൊട്ട് വെളുപ്പാങ്കാലത്ത് തൊട്ട് തുടങ്ങിയതാണ്. ഇന്നലെ വി.ഡി. സതീശൻ ഈ പ്രധാനമന്ത്രിയെ കാണാൻ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം വി.ഡി. സതീശൻ തിരിച്ച് വി.ഡി. സതീശന്റെ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ വീട്ടിലെത്തി ഒരു കുളിയൊക്കെ കഴിയുന്നതിന് മുൻപ് തന്നെ ED പിണറായി വിജയന്റെ വീട്ടിലെത്തി. എന്നിട്ട് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് എന്താണ് EDക്ക് കിട്ടിയിരിക്കുന്നത്? അല്ലെ പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീണ വിജയന്റെയും വീട്ടിൽ നിന്ന് എന്താണ് കിട്ടിയിരിക്കുന്നത്? ആ ഒരു വാർത്ത കൂടി ഞാൻ കണ്ടു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, കണ്ണൂരും കോഴിക്കോടും റെയ്ഡ് പൂർത്തിയായി, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് എഴുതി നൽകി ED. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലെ റെയ്ഡ് അവസാനിപ്പിച്ചു. മുഹമ്മദ് റിയാസിന്റെ വീട്ടിലെ പരിശോധന കഴിഞ്ഞ് ED മടങ്ങി. EDക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? തേങ്ങയും കിട്ടിയിരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ഈ നാട്ടിലുണ്ടായിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, അയാൾ ഉണ്ടാക്കിയതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അല്ലാതെ അയാളുടെ വീട്ടിൽ അയാളുടെ മക്കൾക്കും പെണ്ണും പിള്ളയ്ക്കും അല്ലെങ്കിൽ അയാളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. അയാളുടെ വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. വലിയ കെട്ടിട സമുച്ചയങ്ങളുള്ളൊരു മനുഷ്യനൊന്നും ആയിരുന്നില്ല പിണറായി വിജയൻ. അങ്ങ് ധർമ്മടത്തൊരു വീടുണ്ട് ആൾക്ക്, ആ ഒരു വീട് മാത്രമേ ഉള്ളൂ അയാൾക്ക്. അല്ലാതെ വലിയ ഈ വി.ഡി. സതീശനോട്ട് വലിയൊരു മന്ത്രിമാളിക അല്ലെങ്കിൽ വലിയ മണിമാളികയൊന്നും അദ്ദേഹത്തിനില്ല. അങ്ങനെ ഒരു വലിയ ബംഗ്ലാവ് പണിതിരിക്കുന്ന വി.ഡി. സതീശന്റെ വീട്ടിലേക്ക് റെയ്ഡ് പോകുന്നില്ല. വെറും ഒരു MLA മാത്രമായിരുന്ന, പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ എങ്ങനെയാണ് ഇത്രയും പണം കിട്ടിയിരിക്കുന്നത്, ഇത്രയും വലിയ വീട് വെക്കാൻ വേണ്ടിയിട്ട്? ഈ പറയുന്ന നായരായതുകൊണ്ടോ അല്ലെങ്കിൽ മേനോനായതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത കുലജാതനായതുകൊണ്ടോ ആണോ? ഒരിക്കലും അല്ല.
നല്ല പണം അവിടേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ കാരണം തന്നെയായിരുന്നു പണ്ട് 2016 മുൻപ് UDF സർക്കാർ ഇവിടെ ഭരിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾക്കൊന്നും കിട്ടാതെ പോയത്. വെറും വാഗ്ദാനങ്ങൾ മാത്രം, പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു ജനങ്ങൾക്ക് കിട്ടിയത്. അല്ലാതെ ഒരു വികസനങ്ങളും ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. വെറും കല്ലിടിയിൽ മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കല്ലിടാൻ കാക്കയ്ക്കും പറ്റും, കാക്ക കല്ലിട്ട് വെള്ളം കുടിക്കുന്ന കഥയൊക്കെ നമുക്കറിയാം. എന്ന് പറയുന്ന പോലെ ഉമ്മൻചാണ്ടി സർക്കാർ, അല്ലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ കല്ലിടാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു കല്ലുകൊത്തി മാത്രമായിട്ട് മാറിപ്പോവുകയും ചെയ്തു. അപ്പൊ ഇന്നിപ്പോ ED ഇറക്കി കളിപ്പിച്ചിട്ട് അങ്ങ് പിണറായി വിജയനെ അങ്ങ് വിഴുങ്ങിക്കളയാമെന്ന് വിചാരിച്ച സംഘികൾക്കും കൊങ്ങികൾക്കും എല്ലാം അണ്ണാക്ക് മന്നനാളം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇതിനുള്ള മറുപടിയുമായിട്ട് ഉടനെ തന്നെ ഇരട്ടച്ചങ്കനും ഇരട്ടച്ചങ്കന്റെ ആളുകളും രംഗത്തേക്ക് വരും. അത് നിനക്കൊന്നും താങ്ങാൻ പോലും പറ്റില്ല സംഘികളെ കൊങ്ങികളെ എന്ന് എടുത്തു പറയുകയാണ്. എന്തായാലും വരുന്ന വാർത്തകൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.